ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ നിന്ന് ഞങ്ങൾ ബി ഷോപ്പിലേക്ക് ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ് കേട്ടോ. പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഡയറ്റ് തുടങ്ങാമെന്നുള്ള പേരിലൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ പച്ചക്കറി വാങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടം വീഡിയോയിൽ വരത്തില്ലെന്നൊക്കെ പറഞ്ഞു. എന്നിരുന്നാൽ കൂടി ജസ്റ്റ് ഇറങ്ങി കഴിഞ്ഞ പുള്ളിക്കാരി സമ്മതിച്ചു കേട്ടോ. ഇത് ഞാൻ സ്ഥിരം വാങ്ങുന്നതായിരുന്നു. അമ്മച്ചി നല്ല ഉറക്കത്തിലാണ്, അത് കാരണം ബുദ്ധിമുട്ടിച്ചില്ല. അടുത്തൊരു കടയിൽ പോയിട്ട് ഒരു 30 രൂപയ്ക്ക് സബോളയും ഉള്ളി അങ്ങനെയൊക്കെ വാങ്ങി കേട്ടോ. എൻ്റെ പട്ടം പൊട്ടിയപ്പോൾ അതിനോടനുബന്ധിച്ച് ഞാൻ 10 രൂപയ്ക്ക് അവിടെ ഒരു പട്ടം കണ്ടപ്പോൾ അതും വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു. സ്ഥിരം പോണ ഞങ്ങളുടെ ചേട്ടൻ്റെ കടയിൽ അപ്പുകുട്ടൻ മുട്ട വാങ്ങാൻ കയറിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴാണ് ഇങ്ങനെ സ്ട്രീറ്റിൽ വെച്ചിട്ടുണ്ട് 20 രൂപ 10 രൂപ അങ്ങനെയൊക്കെ ഉള്ളൂ. ഓരോരോ കൂട്ടം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. അവിടുന്ന് ഞാൻ വാങ്ങിച്ച് 50 രൂപയുടെ പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് തിരിച്ച് റൂമിലേക്ക് പോന്നു കേട്ടോ. റൂമിലേക്ക് തിരിച്ച് പോരണതിൻ്റെ വീഡിയോ എടുക്കാൻ നേരത്തെ ബാക്കിൽ കുറച്ച് പിള്ളേർ നടന്നു വരുന്നു. അപ്പോൾ പരമാവധി അവരെ ഞാൻ ഒഴിവാക്കിയിട്ടോ. നമ്മൾ മറ്റുള്ളവരെ അനുവാദമില്ലാതെ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ. പാല് വാങ്ങിയിട്ടുണ്ടായിരുന്നു, കാപ്പി ഇട്ട് കുടിക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്. ഇന്നൊരാഗ്രഹം തോന്നി കാപ്പി കുടിക്കണം എന്ന്. അതൊക്കെ ഇട്ട് കുടിച്ച് സെറ്റാക്കി. അതിൻ്റെ കൂടെ ഞാൻ എഗ്ഗ് വെച്ച എഗ്ഗ് റോള് എന്നാണ് തോന്നുന്നു ഇതിനെ പറയുക, അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും കൂടി കഴിച്ച് കഴിഞ്ഞ് ഇനി വൈകുന്നേരത്തെ ഫുഡിൻ്റെ കാര്യം നോക്കുക വേണ്ട, മെസ്സി പോകേണ്ടി വരത്തില്ല. കാരണം അതിന് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, ഒരു എഗ്ഗും ഉണ്ട്, ചായ കപ്പ് കണ്ടില്ലേ, കാപ്പി അത്രയും ഉണ്ട്. അപ്പോഴത്തേന് വയറ് ഫുള്ളാവും കേട്ടോ. അതൊക്കെ ആസ്വദിച്ച് ഞാൻ കുടിച്ചു. ഇവിടെ എന്ത് സാധനമാണെങ്കിലും നമുക്ക് 5 രൂപയ്ക്കോ 10 രൂപയ്ക്കോ 20 രൂപയ്ക്കോ ഒക്കെ അങ്ങനെ വാങ്ങാൻ കിട്ടും കേട്ടോ. നാട്ടിലെ പോലെ 1 കിലോ 2 കിലോ അങ്ങനെയൊന്നും വാങ്ങേണ്ട കാര്യമില്ല കേട്ടോ. അത് ഭയങ്കര ഒരു സൗകര്യമാണ്, നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് അനുസരിച്ച് വാങ്ങാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ ഗെയ്സ്. താങ്ക് യു.